നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ വീഡിയോ എടുക്കാൻ. നിങ്ങൾ അവരുടെ വിശേഷം ചോദിച്ചോളൂ, അവരുടെ വിശേഷം ചോദിച്ചോളൂ. ഗീതാഗോവിന്ദൻ ടീം ഇങ്ങോട്ട് വന്ന് കയറി അവരെ ഒരു സൈഡിലോട്ട് ഞാൻ വീടൊക്കെ കാണാൻ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദേട്ടൻ വന്നു. ഇതാണ് വൈറ്റ് ഷർട്ട് ആനന്ദേട്ടൻ. ആനന്ദ് എന്ന പേര് പുള്ളിക്കാരൻ ഫിലിം കൺട്രോളറാണ് കേട്ടോ. ഒരുപാട് വലിയ വലിയ സിനിമയുടെ ഫിലിം കൺട്രോളറാണ്. അപ്പം പുള്ളിക്കാരൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ്. എല്ലാ ആൾക്കാരും കൂടുതലും ട്രിവാൻഡ്രം കൊച്ചി നാട്ടോ വന്നത്. ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കിട്ടിയ സമയം കൊണ്ട് എടുക്കുന്നതാണ്. ആക്ച്വലി നല്ല തിരക്കായിരുന്നേ. അപ്പം എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും വന്നവരുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് നമ്മളൊരു ടീമിനെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെയും കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ഷോർട്സിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തോടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് ഞങ്ങൾ ഈ ഗീതാഗോവിന്ദൻ ടീമിൻ്റെ കൂടെയുള്ള ഇങ്ങനൊരു ഫോട്ടോ എടുക്കുന്ന തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ്. ഗീതാഗോവിന്ദം സീരിയൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് കാണുന്നതും നമ്മുടെ ഈ ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ആട്ടോ. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. അതിനുശേഷം നന്ദൂട്ടി ഫാമിലിയും വന്നു. ആക്ച്വലി നന്ദൂട്ടിൻ്റെ ഫാമിലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഹൗസ് വാമിംഗ് ആണെന്ന്. പക്ഷേ ഇവർ നമ്മുടെ വീടിന് അടുത്താണ് കേട്ടോ. ഇവർ പുനലൂരുകാരാണ്. അപ്പോൾ ഇങ്ങനെ ചേച്ചി പറയുമായിരുന്നു നമ്മുടെ വീടിന് അടുത്താണ്, ഒരുപാട് സന്തോഷം. സോ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ അവർ വന്നതിലും ഒരുപാട് സന്തോഷം. എനിക്കാണെങ്കിൽ ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇവളെ ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും ഇല്ല അല്ലേ. നമ്മുടെ നന്ദൂട്ടി ഉപ്പുമുളകിലുമുണ്ട്. അതേപോലെ തന്നെ അവളുടെ വീഡിയോസൊക്കെ ഭയങ്കര വൈറലാണല്ലോ. അങ്ങനെ അവളുടെ അടുത്ത് സംസാരിച്ചു. അവരുടെ കൂടെ കുറച്ച് അധികം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ടോ പോയത്. ഒരുപാട് സന്തോഷം. ഇവരാണ് നമ്മുടെ വീടിൻ്റെ എൻജിനീയേഴ്സ്. ആ വൈറ്റ് ഷർട്ട് ഇട്ട ആളാണ് നമ്മുടെ വീടിൻ്റെ കോൺട്രാക്ടർ ഷാജഹാൻ അങ്കിൾ കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. ഈ ആൻറ്റി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആൻറ്റിയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് കേട്ടോ. അപ്പം എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരിടത്തും പോകാത്തൊരു ആൻറ്റിയാണ്. പക്ഷെ നമ്മുടെ ഹൗസ് വാമിങ്ങിന് വന്നു ലേഖ ആൻറ്റി. ഒരുപാട് സന്തോഷം കേട്ടോ. ലേഖ ആൻറ്റി എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. എല്ലാരും തന്നെ ഇവിടെ ലുക്ക് ചെയ്തു. നിങ്ങൾ കൃഷ്ണ ചേച്ചിയുടെ കാര്യം എടുത്തു പറയണം. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗസ്റ്റായിരുന്നു. ഞാൻ ജസ്റ്റ് വിളിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി ഇങ്ങനെ വരണം ഹൗസ് വാമിംഗ് ആണെന്ന്. ഞാനും ചേച്ചിയും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ കളിവീട് സീരിയലിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നേ. അന്ന് മുതൽ ഞാനും ചേച്ചി അമ്മയും എൻ്റെ അമ്മയായിട്ട് ഭയങ്കര കമ്പനിയായിട്ട് ഭയങ്കര ഡൗൺ വർത്ത് ആയിട്ടുള്ള ചേച്ചിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചേച്ചിയാണ്. ചേച്ചി എറണാകുളത്ത് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും റബേക്കയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ല, ഞാനും റബേക്ക നിതിൻ ചേട്ടനുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. റബേക്ക ചൈനയിൽ പോയിട്ട് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് രാവിലെയാണ് തൃശ്ശൂർ എത്തിയത്. അവിടുന്ന് നേരെയാണ് നമ്മുടെ വീട്ടിലോട്ട് വന്നത് കേട്ടോ. നിതിൻ ചേട്ടൻ നമുക്ക് നേരെ ട്രിവാൻഡ്രത്ത് നിന്നുമാണ് വന്നത്. രണ്ടുപേരും രണ്ട് വഴിക്കാണ് വന്നത്. പക്ഷേങ്കിൽ ഒരുപാട് സന്തോഷം. കാരണം എന്നെ ഒരുപാട് മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. എനിക്ക് എന്തുണ്ടെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് ആദ്യം വിളിച്ച് പറയാൻ അത്രയ്ക്കും കോൺഫിഡൻസ് ആയിട്ടുള്ള ധൈര്യം തരുന്ന രണ്ട് പേരാണ് കേട്ടോ. അപ്പം എൻ്റെ എല്ലാ സിറ്റുവേഷനിലും ഇങ്ങനെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പം അവർ വന്നപ്പോൾ ഞാൻ കുറേ റിലാക്സ് ആയി. കാരണം കുറച്ച് ടൈം നമുക്ക് ആ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇരുന്ന് ഭയങ്കര റിലാക്സ് ആയിട്ടോ അവരടുത്ത് സംസാരിച്ചതും. അവരും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു.
രാജേഷ് സാറ് നമ്മുടെ ടോം ആൻഡ് ജെസ്സിയുടെ ഡയറക്ടറാണ്. അവർ അത്രയും ടീമും ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ്. കല്ലു ചേച്ചി, എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അത് ഞാനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കല്ലു ചേച്ചിയും ചേട്ടനും അവിടുന്ന് വന്നതാണ്, കൊല്ലത്ത് നിന്ന് വന്നതാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിന്. ദർശന ചേച്ചി, ഞാൻ എൻ്റെ തുടക്കം മുതൽ എൻ്റെ എല്ലാ ഉയർച്ചയിലും ഇങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചിക്ക് ഞാൻ വീട് വെച്ചതെന്ന് അറിഞ്ഞപ്പം. ചേച്ചി ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ്. ആൻഡ് ഞാനിങ്ങനെ ഓടി നടക്കുകയാണ്. എനിക്കിങ്ങനെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയത്തില്ല. സോ ഞാനിങ്ങനെ എല്ലാവരും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണമല്ലോ. സോ ഞാനിങ്ങനെ ഓടി 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 നടന്ന എല്ലാവരെയും, എനിക്ക് തോന്നുന്നു ഞാൻ വന്നവരെല്ലാവരെയും ഒരേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ കുറേ പേരുമായിട്ട് നമ്മളെല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു 8:30 ആയപ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് തിരക്ക് കുറഞ്ഞു വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറമേ ഉള്ള ഭാഗം. ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും അത്യാവശ്യം ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നേ കാണാനായിട്ട്. റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചൊരു ഹൗസ് വാമിങ് ആയിരുന്നു. ഇത്രയും ഗ്രാൻഡ് ആകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് മൊമെന്റിലാണ് ഉണ്ണിയുടെ സർപ്രൈസ്. ഉണ്ണി വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് വന്നത്. പക്ഷേ ആ ഒരു സസ്പെൻസ് ഞങ്ങൾക്ക് ഭയങ്കരമായിരുന്നു. കാരണം അവൻ എനിക്കൊരു ഐപാഡ് തന്നു വിട്ടു. അപ്പം ഞങ്ങൾ കരഞ്ഞൊക്കെ ഇരുന്നപ്പോഴാട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ലൈബ്രറി സമ്മാനം പ്രസംഗം മാത്രമേ ഉള്ളൂ. സമ്മാനം കുറെ കുട്ടികൾ സമ്മാനം കൊടുക്കും. ആഗ്രഹമുള്ളവർക്ക് വന്നിട്ടുണ്ട്. വലിയ സാധന സൂചിയുണ്ട്. ഇഷ്ടപ്പെടാന്ന് പറഞ്ഞ് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വന്നത്. സാധിച്ചത് നല്ല വീടാന്നൊക്കെ എന്ന് പറഞ്ഞു. രാത്രി ഇവിടെ വന്നു പോയപ്പോ എന്നെ വിളിച്ചായിരുന്നു. പറഞ്ഞു ഇവിടെ വന്നിരുന്നു. നല്ല വീടാ. നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു സർപ്രൈസോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയത് ഗണേഷ് സാറ് വന്നപ്പോഴാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സാറിൻ്റെ ഓഫീസിൽ പത്തനാപുരത്ത് ഞാനും അമ്മയും അതേപോലെ നമ്മുടെ ഷാജഹാൻ അങ്കിളുമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം അന്ന്, അതായത് ഹൗസ് വാമിങ്ങിൽ അന്ന് വരാൻ പറ്റുമോ എന്ന് നോക്കാം, ബട്ട് അന്ന് കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, മാക്സിമം നോക്കാമെന്ന് പറഞ്ഞു. അതല്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും സാറ് വാക്ക് വലിച്ച് നമുക്ക് തൊട്ടടുത്ത ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ആഗ്രഹം നല്ല പേരാണ്, കുറേ സംസാരിച്ചു. അതേപോലെ കൃഷ്ണ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമൃതയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു എന്ന് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമായിരുന്നു സാറ് വീട്ടിൽ വന്നപ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. വലിയൊരു സർപ്രൈസ് ആയിരിക്കും, വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് റിലേറ്റീവ്സും മാമനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ അദ്ദേഹം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഭയങ്കര നല്ലൊരു മനുഷ്യൻ. കാരണം നമുക്ക് നമ്മുടെ നാട്ടിനും നമ്മുടെ സ്ഥലങ്ങൾക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്തതും. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. അപ്പോൾ അദ്ദേഹം വന്നു, ഫോട്ടോസ് എടുത്തു. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായി. ഒരുപാട് നേരമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മൊത്തത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവിടെ നിന്നും വേറെ തിരക്കുണ്ടായിരുന്നു, അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പം അദ്ദേഹം വന്നതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പം അതോടൊപ്പം തന്നെ നമ്മളെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചു, നമ്മുടെ വീഡിയോസിനിടയിൽ വന്ന് കമൻറ്റ് ചെയ്തു, നമ്മുടെ ഈ ഒരു ഹൗസ് വാമിങ് റിലേറ്റ് ചെയ്ത് എല്ലാവരും വിഷസ് ചെയ്തു. അപ്പം ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. ഞാനിങ്ങനെ വോയിസ് കൊടുത്ത് പോവാണ് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ, തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ്റെ വ്ലോഗ് ഇതോടെ കൂടി തീരുകയാണ്. അടുത്തത് ഹോം ടൂർ. ഹൗസ് വാമിങ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇതിൽ എന്താ പറയുക, ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടില്ല. ഞാൻ നല്ല ടയേർഡാണ്. എന്താ പറയുക, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വിളിച്ച എൻ്റെ 99% ആൾക്കാരും ഹൗസ് വാമിങ്ങിന് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പലരും ഈവൻ കൃഷ്ണ ചേച്ചിയൊക്കെ ആണെങ്കിൽ കൊച്ചിയിൽ നിന്ന് വന്നത്. ഇപ്പോൾ ഈ കൃഷ്ണ ചേച്ചി എന്നല്ല, റബേക്ക തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. ഒരുപാട് ആൾക്കാർ വന്നവരെല്ലാം ദൂരത്തു നിന്നാണ് വന്നത്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഈ നേരത്തെ പോലെ ഞാൻ നല്ല ടയർഡാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിപ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഒരുപാട് ആൾക്കാരോട് താങ്ക്സ് പറയാനുണ്ട്. പക്ഷെ അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മൾ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും, എന്നെ വന്ന് കണ്ട് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും, ഇപ്പം ഇവൻ നാട്ടുകാരാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഈ ഒരു
ചെറിയൊരു ഹൗസ് വാമിങ് ഇത്രയും വലിയൊരു ഫംഗ്ഷനാക്കി മാറ്റിയ ഈവൻ മീഡിയക്ക് ആണെങ്കിൽ പോലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ പാവ എന്റെ ക്യാമറമാൻ ഉണ്ട് ഗൈസ്. ഹലോ മാൻ, താങ്ക് യു സോ മച്ച് ഡാ. നീ ഒരുത്തനാണ് ഇന്ന് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക് യു.